യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, സന്തോഷമായിട്ടിരിക്കാം, പ്രതീക്ഷയോടെ ആയിരിക്കാം. ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം നിങ്ങളെ ഓരോ ദിവസവും ഇരുട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്, വെളിച്ചത്തിലേക്കാണ്, പ്രതീക്ഷയിലേക്കാണ്, വിശ്വാസത്തിലേക്കാണ്. ഈ വചനവും ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അതെന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവപദ്ധതിയാണ്. ദൈവപദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ വചനം ഞാൻ പ്രസംഗിക്കുന്നത്, ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്. ഈ ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായൊക്കെ നിൽക്കാൻ കഴിയുന്നത് ദൈവപദ്ധതിയുടെ ഭാഗമാണ്. ദൈവപദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ മനോഹരമായി ദൈവം നടത്തുന്നത്, ദൈവം നയിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചില വചനങ്ങളാണ് അവർക്ക് കൊടുത്തത്. ഒരാളെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ വചനമൊന്നും കേൾക്കാറില്ലായിരുന്നു, പക്ഷെ ഒന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എനിക്ക് കേൾക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഫാദറിനെ കാണാൻ വന്നത്. ഈ വചനം കേട്ടപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നി. അന്ന് ഈ കാണാൻ വന്ന ഈ വ്യക്തി ഞാനൊരു ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ വന്നത്. അന്ന് എനിക്ക് നല്ല ഉറക്കക്ഷീണവും കൈകാലുകൾക്ക് വേദനയും യാത്രാക്ഷീണവും എല്ലാമായിട്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു, ഞാൻ അല്പം മടുത്തിരിക്കുന്നൊരു സമയമാണ്, അല്ല ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, വേറെ ഒന്നും വേണ്ട, എനിക്കൊരു വചനം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒരു വചനം ആ വ്യക്തിക്ക് കൊടുത്തു. ആ വചനമാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ആ വചനം കൊടുത്തിട്ട് പറഞ്ഞ്, നീ ഇത് വെച്ച് പ്രാർത്ഥിക്ക്. ഞാൻ പോയി. പിന്നീട് ആ വ്യക്തിയുടെ സാക്ഷ്യം ഇങ്ങനെയാണ്. 1.5 മാസം കഴിഞ്ഞപ്പോൾ, 1.5 മാസം തീരുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരനുഗ്രഹം എനിക്ക് ലഭിച്ചു. എനിക്കൊരു മാനേജർ പോസ്റ്റിലേക്കുള്ള ഒരു ജോലിയാണ് എനിക്ക് തരപ്പെട്ട് കിട്ടിയത്. കുറേ നാളായി ഞാനൊരു ജോലിയില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു, ഭയങ്കര വേദനയിലായിരുന്നു. പക്ഷേ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ജോലിയുടെ കാര്യം തെളിഞ്ഞു വന്നു. 1.5 മാസത്തിനകം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനിടയിൽ അതിന് റിസൾട്ട് വന്നു, എന്നെ മാനേജർ പോസ്റ്റിലേക്ക് എടുത്തു. ഒത്തിരി അനുഗ്രഹമുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത വചനം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇതൊക്കെ ഓർത്തുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു സന്തോഷിക്കാൻ പറ്റാത്തത്, കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞ വാക്കുകൾ, എന്നോട് പെരുമാറിയ പെരുമാറ്റം, എന്നോട് പറഞ്ഞത്, എന്നെക്കുറിച്ച് പറഞ്ഞത്, പലരുടെ മുമ്പിൽ നാണം കെടുത്തിയത്, വിമർശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ വിളിച്ചത്, അല്ലെങ്കിൽ എന്നോട് ഒരാൾ പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞത്, പല കാര്യങ്ങളും കളയേണ്ടത് ഇന്നും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. കളയേണ്ടതിനെ, ഒഴിവാക്കേണ്ടതിനെ ഇന്നും മനസ്സിൽ ബുദ്ധിയിൽ ആലോചിച്ച് ചുമന്നുകൊണ്ട് നടന്നാൽ അത് നിൻ്റെ ജീവിതത്തെ അപകടത്തിലേക്ക് നയിക്കും. ദൈവവചനം പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ അത് ഇന്നലെ കഴിഞ്ഞതാ, കഴിഞ്ഞ മാസം കഴിഞ്ഞതാ. ഇത് കേൾക്കുമ്പോൾ നിനക്ക് തോന്നും, ഇതെന്നെക്കുറിച്ചാണോന്ന്. അങ്ങനെ തോന്നിയാൽ ഓർത്തോ, നിന്നെ അറിഞ്ഞ് ദൈവം നിന്നോട് സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. 19-ാമത്തെ വാക്യമാണ് ഞാൻ ആ സഹോദരനോട് പറഞ്ഞത്. ഇതാ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. ഏത് തരട്ടെ? നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു പുതിയ കാര്യം ചെയ്തു തരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം ഒരു പുതിയ കാര്യം ചെയ്തു തരട്ടെ. പഴയ കാര്യമല്ല, പുതിയ കാര്യം, പുതിയ കാര്യം. നിനക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ദൈവം ഭാഗ്യം തരട്ടെ. നിനക്കൊരു പുതിയ ജോലി ലഭിക്കട്ടെ. കഴിഞ്ഞ കാര്യമൊക്കെ പോട്ടെ, നിനക്കൊരു പുതിയ കുടുംബജീവിതം തരട്ടെ. നിൻ്റെ മക്കൾക്ക് പുതിയൊരു തലത്തിലേക്ക് കയറി വരാനുള്ള ഒരനുഗ്രഹം തരട്ടെ. പഠിക്കാൻ പറ്റുമോ, ജയിക്കാൻ പറ്റുമോ എന്ന ചിന്തയൊക്കെ മാറ്റി നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. ആ പഠന മേഖല ഒരു പുതിയ കാര്യം ദൈവം ചെയ്യട്ടെ. ആ ബിസിനസ്സിൽ ദൈവം പുതിയ കാര്യം ചെയ്യട്ടെ.
ആ രോഗത്തിൻ്റെ അവസ്ഥയൊക്കെ മാറി ഒരു സൗഖ്യം നൽകി ദൈവം ഒരു പുതിയ കാര്യം ചെയ്യട്ടെ. പുതിയൊരു വാഹനം നിനക്ക് ലഭിക്കുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ, ഒരു സാഹചര്യം ഉണ്ടാകട്ടെ, പുതിയൊരു വീട് നിനക്കുണ്ടാകട്ടെ. നല്ലൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു പുതിയ കാര്യം ഉണ്ടാകട്ടെ. പുതിയ കാര്യം, ആത്മീയ കാര്യത്തിൽ പുതിയ കാര്യം ഉണ്ടാകട്ടെ. ദൈവത്തോടുള്ള ബന്ധം ഒരു പുതിയ കാര്യമായി വീട്ടിലുണ്ടാകട്ടെ, മക്കളിലുണ്ടാകട്ടെ, നിങ്ങളിലുണ്ടാകട്ടെ. ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അത് മരമായിട്ടില്ല, അത് മുളയെടുത്തിട്ടേ ഉള്ളൂ. അത് വളരാൻ തുടങ്ങുകയാണ്, നിങ്ങളിൽ അറിയുന്നില്ലേ? അടുത്ത വാക്യം നോക്കൂ. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ആളും അർത്ഥമില്ലാത്ത സ്ഥലമാണ്. അവിടെ എന്തിനാ വഴി? ചിലരുടെ ജീവിതം അങ്ങനെയാ. ജീവിതം ഒരു വിജനപ്രദേശം പോലെ. ഓ, എൻ്റെ ജീവിതത്തിൽ വല്ലതും നടക്കുമോ? ഇനിയോ? ഇത്രയും വയസ്സായില്ലേ, എൻ്റെ വയസ്സൊക്കെ കഴിഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ പ്രായമായി, ഇനി എൻ്റെ ജീവിതത്തിൽ വല്ലതും നടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? വിജനപ്രദേശത്തൊരു വഴി ഉണ്ടാക്കും ദൈവം. സാധ്യതയില്ലാത്ത സ്ഥലമായിരിക്കാം, സാധ്യതയില്ലാത്തൊരു ചിന്തയായിരിക്കാം, സാധ്യതയില്ലാത്തൊരു മനോഭാവമായിരിക്കാം. അവിടെ അത്ഭുതങ്ങൾ ദൈവം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിന്റെ നിലവിലെ സാഹചര്യത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റുന്ന, നിന്റെ ഇന്നത്തെ സങ്കടമുള്ള അവസ്ഥ മാറ്റാൻ മനുഷ്യർക്ക് പറ്റുകയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് പറ്റുന്ന അർത്ഥം. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനോട് ഈ വചനമാണ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൊടുത്തത്. ആ വചനമാണ് 1.5 മാസത്തിനകം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്നത് കണ്ടത്. വിജനപ്രദേശത്ത് വഴിയുണ്ടാകും. വിജനപ്രദേശത്ത് ആളും അർത്ഥമില്ലാത്തടത്ത് എന്തിനാ വഴി? എന്തെങ്കിലും ഉപകാരമുള്ളിടത്തല്ലേ വഴി വേണ്ടത്? ചുമ്മാ ആരെങ്കിലും ഒരു വഴി വെട്ടുവോ? ചിലപ്പോൾ നമുക്ക് തോന്നും, ഇനിയൊരു വഴി ഉണ്ടാകുമോ എൻ്റെ ജീവിതത്തിൽ? എൻ്റെ വഴികളെല്ലാം അടഞ്ഞില്ലേ, എൻ്റെ വഴികളെല്ലാം തീർന്നു, ഞാനിപ്പോൾ പെരുവഴിയായി നിൽക്കുക. ഇല്ല, ദൈവം ഈ വ്യക്തിയിൽ, ഈ കുടുംബത്തിൽ, നിങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പുതിയൊരു വഴി ഉണ്ടാക്കും. പുതിയൊരു വഴി ഉണ്ടാക്കും. നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ദൈവം ഉണ്ടാക്കും. നിൻ്റെ വിടുതലിനുള്ള വഴി ദൈവം ഉണ്ടാക്കും. നിൻ്റെ സമാധാനത്തിനും നിൻ്റെ ഉയർച്ചയ്ക്കും ഒക്കെയുള്ള വഴി ദൈവം ഉണ്ടാക്കും. വിജനപ്രദേശത്തൊരു വഴിയും. അടുത്ത വാക്യമാണ്, മരുഭൂമിയിൽ നദികൾ ഉണ്ടാക്കും. മരുഭൂമിയിലോ? മഴ പെയ്യാത്തടത്തോ? അതെവിടുന്ന വെള്ളം? അതൊന്നും സാധ്യതയില്ലാത്ത കാര്യമാണ്. ജീവിതം, കുടുംബം, ഭാവിയൊക്കെ നോക്കുമ്പം മരുഭൂമിയെ പോലെ തോന്നും. ഇത്രയൊക്കെ വയസ്സായാലും ഇനി എൻ്റെ ജീവിതത്തിൽ വല്ലതും നല്ലത് നടക്കുമോ? അങ്ങനെ ചിന്തിക്കല്ല്. മരുഭൂമിയിൽ നദികൾ. മഴ പെയ്ത് തോട്ടുവെള്ളം ഒഴുകുന്നല്ല, മഴ പെയ്ത് കലക്കവെള്ളം ഒരു പ്രാവശ്യം ഒഴുകുന്നല്ല, ഒഴുകുന്ന നദി ഉണ്ടാക്കും. അവിടെ ആ വാക്കുണ്ട് ബൈബിളിൽ, ഉണ്ടാക്കും. ദൈവം വഴികളെ ഉണ്ടാക്കും. ദൈവം നിനക്ക് നല്ല ജീവിതം ഉണ്ടാക്കിത്തരും. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം കൊണ്ടുവരുന്ന, ദൈവം അവിടെ കൊണ്ടുവരും, ചേർത്ത് വയ്ക്കുന്ന അർത്ഥം. ചേർത്ത് വയ്ക്കും, അതാ കറക്റ്റ്. ചേർത്ത് വയ്ക്കും. വിജനപ്രദേശത്തൊരു വഴി ഒന്നുമില്ലായിരുന്നു, പക്ഷെ അവിടെ വഴി ചേർത്ത് വെച്ചു. മരുഭൂമിയിൽ ഒന്നുമില്ലായിരുന്നു, വെറും പൂഴിമണ്ണ് മാത്രമാണ്, പക്ഷെ അവിടെ നദികളെ ചേർത്ത് വെച്ചു. നിനക്ക് നിന്റെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളെ ദൈവം ചേർത്ത് വയ്ക്കും. നല്ല ജീവിതം ദൈവം ചേർത്ത് വയ്ക്കും. നല്ല അനുഗ്രഹങ്ങളെ ചേർത്ത് വയ്ക്കും. നിരാശപ്പെട്ട് തലതിരിഞ്ഞു പോവരുത്. എന്നും എപ്പോഴും നിരാശ പാടില്ല. ഇതെന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ്. സന്തോഷത്തോടെ ഇരിക്കുക. മരുഭൂമിയിൽ നദികൾ പോലെ പുതിയ കാര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറ. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് കാണുമ്പോഴേ മാറ്റം മൂലം കേട്ടിട്ട് പോവല്ല്, പകുതി കേട്ടിട്ട് നിർത്തി പോവല്ല്. ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ പുതിയ കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു സൗഖ്യം നൽകി ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. എനിക്കൊരു ജോലി തന്ന്, എനിക്കൊരു നല്ല ജീവിതം തന്ന്, എനിക്ക് തലമുറകളെ നൽകി, ഈ വ്യക്തിക്ക് മാനസാന്തരം നൽകി, ഈ വ്യക്തിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി, ഈ പ്രശ്നങ്ങളെ മാറ്റി, പ്രതിസന്ധികളെ മാറ്റി ദൈവം എനിക്കൊരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനമല്ലേ കേട്ടത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ശനിയാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ. ഒത്തിരി ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. വിജനപ്രദേശത്ത് വഴി
മരുഭൂമിയിൽ നദി ദൈവം സൃഷ്ടിക്കും, ഉണ്ടാക്കും. അങ്ങനെ ഒരു അനുഗ്രഹം പറയാൻ നിനക്കൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. ജീവിതം ഉണങ്ങി വരേണ്ട മരുഭൂമി പോലെ വിജനപ്രദേശം പോലെ ഇരിക്കുന്ന ആരൊക്കെയുണ്ട്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട വ്യക്തികളുണ്ട്, കടപ്പെട്ട നിയോഗങ്ങളുണ്ട്. അവയെല്ലാം ഓർക്കുന്നു, അവയ്ക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഈ വചനം ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ആ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ, ആ വ്യക്തികളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ, അവരുടെ അധ്വാനങ്ങളിൽ, നിയോഗങ്ങളിൽ, പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഞാൻ ആദ്യ വാക്യം ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നന്മയുണ്ടാകാൻ, നിങ്ങളുടെ കുടുംബജീവിതം നന്മയാകാൻ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നന്മയാകാൻ, നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് നന്മയാകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ഇടപാടുകൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ജോലി എല്ലാം നിനക്ക് നന്മയാകാൻ, അനുഗ്രഹമാകാൻ എന്തോ ഒരു കാര്യം ചെയ്യണം. അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ വരുന്നതല്ല അനുഗ്രഹം. നന്മയുണ്ടാകണം എന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല നന്മ. അതിനെന്തോ ഒരു കാര്യം ചെയ്യണം, അനുഷ്ഠിക്കണം. ഹല്ലേലൂയ. അതെന്താണെന്ന് ദൈവവചനത്തിലൂടെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പങ്കുവച്ചു തരികയാണ്. അതാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിയമാവർത്തനം 6:6 പഠിക്കാൻ എളുപ്പമാണ്, ഓർക്കാൻ എളുപ്പമാണ്. 6:6 ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നന്മയുണ്ടാകാൻ, സന്തോഷമായിട്ടിരിക്കാൻ. ദൈവം നൽകുന്ന വചനങ്ങൾ കേട്ടാൽ പോരാ, ബുക്കിൽ എഴുതി വച്ചാൽ പോരാ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞില്ല, അടുത്ത വാക്യം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. 7-ാമത്തെ വാക്യം നോക്കൂ. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെയല്ല, ചുമ്മാ പഠിപ്പിച്ചാൽ പോരാ. ജാഗരൂകതയോടെ, വെരി കെയർഫുൾ, വെരി സീരിയസ്, വളരെ പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ അത് പഠിപ്പിക്കണം. അടുത്ത വാക്യം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനത്തെപ്പറ്റി സംസാരിക്കണം. നമ്മളെന്താ സംസാരിക്കുക? ചിലപ്പോൾ നമ്മൾ സംസാരിക്കുക TV-യിൽ ഒരു വാർത്തയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യമായിരിക്കും. നമ്മൾ മണിക്കൂറുകൾ എല്ലാം കാര്യമാണ്. നന്മയുണ്ടാകാൻ നോക്കിക്കുക. നന്മ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്നൊന്നല്ല. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല അനുഗ്രഹം. നന്മ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല നന്മ. നന്മയുണ്ടാകാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹത്തിലേക്ക് കയറി വരാൻ തുടങ്ങും, നന്മയിലേക്ക് കയറി വരാൻ തുടങ്ങും. അടുത്ത വചനം എഴുതിയിരിക്കുന്നു, നോക്കൂ. എവിടെയൊക്കെയാണ്? വീട്ടിലായിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ ഇവയെപ്പറ്റി സംസാരിക്കണം, ധ്യാനിക്കണം, സംസാരിക്കണം. അടുത്തത്, അവ കയ്യിലൊരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിൽക്കലും എഴുതണം.
നോക്കൂ, എന്തെല്ലാം കാര്യങ്ങൾ, എത്ര സീരിയസായ കാര്യമായിട്ടാണ്, ഗൗരവത്തോടെയാണ് ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസവും വചനം കേൾക്കുമ്പോൾ അത് നന്മയുണ്ടാകാൻ കാരണമാകും, അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകും, അത് നിങ്ങളുടെ വിടുതലിന് കാരണമാകും, അത് നിങ്ങളുടെ സൗഖ്യത്തിന് കാരണമാകും, അത് നിങ്ങളുടെ തലമുറയ്ക്കൊരു ബ്ലെസ്സിങ് ആയി മാറും. ഇവയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്? നന്മയുണ്ടാകും. നിങ്ങളുടെ ബിസിനസ്സിൽ നിനക്ക് നന്മയുണ്ടാകും, നിങ്ങളുടെ മക്കളിൽ നിനക്ക് നന്മയുണ്ടാകും, നിങ്ങളുടെ ആരോഗ്യത്തിൽ നിനക്കൊരു നന്മയുണ്ടാകും, നിൻ്റെ ഇടപാടുകൾ എല്ലാം നിനക്കൊരു നന്മയായിട്ട് വരും. ഇങ്ങനൊന്നും ഒരിക്കലും പറയേണ്ടി വരില്ല, എൻ്റെ ജീവിതം എല്ലാം പോയി, ഒരു പരാജയമാ, ഞാനൊരു ഭാഗ്യദോഷമുള്ളവനാ, അങ്ങനൊന്നും പറയാൻ ഇടവരികയില്ല. നിനക്ക് നന്മയുണ്ടാകും. ഒന്ന് നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് പറഞ്ഞേ, ഇന്ന് കേട്ട വചനം എനിക്കുള്ളതാണ്. എനിക്കിത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിന് ഒത്തിരി നന്മയുണ്ടാകണം. ഇന്നത്തെ വചനം എനിക്ക് നന്മയുണ്ടാകാൻ ദൈവം പറഞ്ഞ വാക്കാണ്. ഇത് ദൈവം എന്നോട് സംസാരിച്ചതാ, ദൈവം നിന്നോട് സംസാരിച്ചതാ ഇത്. ചിലർ നിന്നോട് ചോദിക്കും, എന്തിനാ ഇന്നും കേൾക്കുന്നത്? എപ്പോഴും ഇത് കേൾക്കാൻ നേരമുള്ളല്ലോ. ബൈബിൾ എഴുതി വച്ചിട്ടുണ്ട്, വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ധ്യാനിക്കണം, സംസാരിക്കണം, മക്കളെ പഠിപ്പിക്കണം, ജാഗരൂകതയോടെ ചെയ്യണം. വെരി സീരിയസ്, ഗൗരവത്തോടെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ നിനക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും. ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നെ എത്തിക്കാൻ പറ്റും. ഉദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തും. കാനാൻ ദേശത്ത് തേനും പാലും ഒഴുകുന്ന സ്ഥലത്തെത്തി എന്ന് പറഞ്ഞ പോലെ നീയും ഒരു അനുഗ്രഹമുള്ള സ്ഥലത്തെത്തും. വചനത്തിൽ വിശ്വസിക്കുകയും കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നീ ഒരു നല്ല നിലയിലെത്തും, നീ ഒരു അനുഗ്രഹത്തിലെത്തും, നിൻ്റെ കുടുംബം എത്തും, നിൻ്റെ മക്കളെത്തും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വിടുതലാകട്ടെ. ഒത്തിരി പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു ആദ്യ വെള്ളിയാഴ്ചയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ. നമുക്കൊരു നിമിഷം ഈശോയുടെ നല്ല ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനയോടെ ഈ ദിവസം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് കേട്ട വചനം നന്മയുണ്ടാകാൻ എന്നാ ചെയ്യണമെന്നാ? നന്മയുണ്ടാകണം. ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും അതാ. ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതാണ്. ദൈവജനം നന്മ അനുഭവിക്കണം എന്നുള്ളതാണ്. ദൈവജനത്തിന് വിടുതലുണ്ടാകണം എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം തന്നെ. ദൈവവചനം രാവിലെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നന്മയുണ്ടാകും. കാരണം ഇത് വചനത്തിലുള്ള ശുശ്രൂഷയാണ്. ഇത് അയച്ചു കൊടുക്കുന്നവർ, സ്വീകരിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഈ മാസം ധാരാളം ആളുകളാണ് ഈ വചനം കേൾക്കുന്നത്. കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ആളുകളാണ് ഈ ശുശ്രൂഷ അറിഞ്ഞതും പ്രാർത്ഥിക്കുന്നതും. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. ദൈവം നൽകുന്ന സമ്പത്ത് നിനക്കുണ്ടാകട്ടെ. ദൈവം നൽകുന്ന അനുഗ്രഹമുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം, സന്തോഷമുള്ളൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വചനം സാധിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക. ഈ വചനം ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് പറയുകയാണ്. ഈ വചനം കുറേ ആളുകൾ അറിയണം. കാരണം ഈ വചനം അത്ര പ്രാധാന്യമുള്ളതാണ്. നിങ്ങളെ സാധിക്കുന്ന എല്ലാവരോടും പറയുക. നിയോഗ പ്രാർത്ഥനയാണ്. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങുക, ഞങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെയും നമുക്ക് 5:30 ഒരുമിച്ച് കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.